പോലീസുകാർ ഏതെങ്കിലും ക്രിമിനൽ കേസിൽപ്പെട്ടാൽ ആ കേസ് ഒതുക്കി തീർക്കുന്നുവെന്ന ആക്ഷേപമുണ്ട്. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ CPO ശ്രീരാജിനെതിരായ പോക്സോ കേസ് അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു യുവതിയാണ്. യുവതിയുടെ 9 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയെ ഈ പോലീസുകാരൻ ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ കോട്ടയം കിടങ്ങൂർ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തെങ്കിലും 3 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. എന്നാൽ സംഭവം നടന്നത് മംഗലാപുരത്തായതിനാൽ അവിടുത്തെ പോലീസിന് കേസ് കൈമാറിയെന്നാണ് നമ്മുടെ പോലീസിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് നിരവധി പോലീസുകാർക്കെതിരെ വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു പരാതി വന്നിരിക്കുന്നത് തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ CPO ശ്രീരാജിനെതിരെയാണ്. ഒരു യുവതിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. അവരുടെ 9 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയെ ഈ പോലീസുകാരൻ ലൈംഗികമായി ചൂഷണം ചെയ്തതെന്നാണ് പരാതി. എൻ്റെ സെക്കൻഡ് മാരേജ് നോക്കിയ ആളാണ്. അപ്പോൾ ഫാദർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എൻ്റെ. ആ സമയത്താണ് കുട്ടീനെ സെക്ഷുവലി പുള്ളിക്കാരൻ യൂസ് ചെയ്തത്. അപ്പോൾ കുട്ടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞാണെങ്കിൽ സ്കൂളിൽ പോകുന്നില്ല, അതിനുശേഷം ഡിപ്രഷൻ ആ ഒരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരോട് സംസാരിക്കില്ല, ഫുഡ് കഴിക്കില്ല, എപ്പോഴും റൂമിൻ്റെ അകത്ത് തന്നെയാണ്. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം ബ്ലേഡ് എടുത്തിട്ട് കൈ മുറിക്കാൻ നോക്കി കുഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്തു. ആ കൗൺസിലിംഗ് സമയത്താണ് പറഞ്ഞത് എന്നെ ഇങ്ങനെ മോശമായിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തായിരുന്നു, അത് പുറത്ത് പറഞ്ഞാൽ കൊന്നു കളയും. അപ്പോൾ എനിക്ക് അയാളെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ മരിക്കാൻ ശ്രമിച്ചതെന്നാണ് കുട്ടി പറഞ്ഞായിരുന്നു. അങ്ങനെ അത് ചൈൽഡ് ലൈനിലാണ് ആദ്യം പോയത്. അവിടുന്ന് 2 സിറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുട്ടീൻ്റെ മൊഴിയൊക്കെ എടുത്തു. അവരത് CWCയിലേക്ക് വിട്ടു. CWCന്ന് 3 സിറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടുന്ന് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് CWCക്കാരാണ് സ്റ്റേഷനിലേക്ക് ഈ കേസ് വിട്ടിട്ടുണ്ടായിരുന്നത്. ഏത് സ്റ്റേഷനിലേക്ക്? കിടങ്ങൂർ സ്റ്റേഷനാണ്, കോട്ടയം കിടങ്ങൂർ സ്റ്റേഷനിലേക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കുട്ടിയുടെ മൊഴിയെടുത്തു, FIR ഇട്ടു. 164 കഴിഞ്ഞു. 2 മാസമായി ഇതുവരെ പ്രതി അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസുകാരനെ സംരക്ഷിക്കാൻ വേണ്ടി കിടങ്ങൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടെന്നാണ് പറയണേ. നല്ല പോലെ ഉണ്ട്. കാരണം അവർ ആദ്യം കുട്ടിയുടെ മൊഴി ട്രാൻസ്ലേറ്റ് ചെയ്യാതെയാണ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലേസ് ഓഫ് ഒക്കറൻസ് വരുന്നത് മംഗലാപുരമാണ്. അവിടെ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ കുട്ടിയുടെ മൊഴി മലയാളത്തിൽ തന്നെയാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യാതെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൊടുക്കാൻ തന്നെ 1 മാസം എടുത്തായിരുന്നു. കേസിനെ കുറിച്ച് പോലീസ് പറയുന്നത് എന്താ? കെട്ടിച്ചമച്ച കേസാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ ഈ പോക്സോ കേസ് FIR ഇട്ട ശേഷം ഈ പോലീസുകാർ ഞങ്ങൾക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അതായത് ഈ ശ്രീരാജിൻ്റെ അച്ഛനും ജാതിപ്പേര് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് SMS DVSP ഞങ്ങളെ വിളിപ്പിച്ചായിരുന്നു. പോക്സോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെയൊരു കള്ളക്കേസ് എടുത്തത് നിങ്ങൾക്കെതിരെ? സർ, ആണ്. നിങ്ങളിപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്ന ഈ പോലീസുകാരനായിട്ടുള്ള ശ്രീരാജ്, ഇയാൾക്കെതിരെ ഇതിന് മുൻപ് എന്തെങ്കിലും പരാതികളോ കേസുകളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ശ്രീരാജ് 28 ദിവസം റിമാൻഡിലായ പ്രതിയാണ്. ക്രിമിനൽ സ്വഭാവം അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് വീട്ടുകാർ പറഞ്ഞു ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വിവാഹം ഉറപ്പിച്ചിരുന്നോ? വീട്ടുകാർ തമ്മിൽ പറഞ്ഞു വെച്ചതായിരുന്നു. പിന്നോട്ട് പോവാണെന്ന് നിങ്ങൾ അറിയിക്കുന്നു അല്ലേ? ഞങ്ങൾക്കിത് മുന്നിലോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിൽ കയറി വന്ന് പുള്ളിക്കാരൻ കൊല്ലാൻ ശ്രമിച്ചായിരുന്നു. ചുമരിൽ കൊണ്ടുപോയി തലയിടിച്ച് 25 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് പുള്ളിക്കാരൻ കേസായി 28 ദിവസം റിമാൻഡിലായിരുന്നു. CPO ശ്രീരാജിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷെ കേസെടുത്ത് 3 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടി പോലീസ് സ്വീകരിച്ചിട്ടില്ല. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ഈ യുവതിയുടെ പരാതി. ആരാണ് ഈ പോലീസുകാരനെ, ക്രിമിനലായ പോലീസുകാരനെ സംരക്ഷിക്കുന്നത്? ശക്തമായ നടപടിയാണ് ഇയാൾക്കെതിരെ വേണ്ടത്.